വർഷം 2005 ഒക്ടോബർ 13. പഞ്ചാബിലെ മൊഹാലിയിൽ ചലഞ്ചർ ട്രോഫി മത്സരം നടക്കുന്ന സമയം. അന്നത്തെ സീനിയർ ബാറ്റ്സ്മാനായ സച്ചിൻ ബാറ്റ് ചെയ്യുന്നതിനിടെ ഒരു എക്സ്ട്രീം ഇൻസ്വിംഗർ. സച്ചിന്റെ ബാറ്റ് ആ ബോളിന് മറുപടി കൊടുക്കുന്നതിന് മുൻപേ പന്ത് അദ്ദേഹത്തിന്റെ പാഡിൽ തട്ടിയിരുന്നു. ഇന്ത്യൻ ബി ടീമിലെ 22-കാരനായ ഒരു ബൗളർ LBWനായി ഒരു അപ്പീൽ. സച്ചിന്റെ വിക്കറ്റിന് അമ്പയർ വിരൽ ഉയർത്തിയ ആ നിമിഷമായിരിക്കാം ഒരുപക്ഷെ മലയാളികൾ ആദ്യമായി അയാൾക്ക് വേണ്ടി കൈയടിച്ചത്. തിരിച്ച് പവലിയനിലോട്ട് സച്ചിൻ പോയപ്പോൾ സ്ക്രീനിൽ ആ ബൗളറിന്റെ പേര് വന്നു, S. ശ്രീശാന്ത്. കേരളത്തിലെ കോതമംഗലത്ത് നിന്നും ഒരു ശാന്തകുമാരൻ നായർ ശ്രീശാന്ത് സച്ചിൻ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ ഔട്ടാക്കിയിരിക്കുന്നു. കാട്ടുതീ പോലെ അന്ന് ആ വാർത്ത മാധ്യമങ്ങളുടെ മുമ്പിൽ പടർന്നു. ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ വിക്കറ്റ് നേടിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പതിയെ ഇന്ത്യൻ ടീമിലേക്ക് തന്റെ ചുവടുറപ്പിച്ചു. പിന്നീട് അതേ മാസം ഒക്ടോബർ 25 മറ്റൊരു വാർത്തയും വന്നു. ശ്രീലങ്കയ്ക്കെതിരായി ഒരു മലയാളി ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു എന്ന വാർത്ത. കേരളത്തിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായി ആ ചെറുപ്പക്കാരൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പന്തിന് മുമ്പ് സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ പേരും കരിയർ സ്റ്റാറ്റസും എഴുതി കാണിച്ചു. നാഗ്പൂരിൽ വെച്ച് ശ്രീലങ്കയ്ക്കെതിരായ തന്റെ ആദ്യ പന്ത് ശ്രീ എറിഞ്ഞു. മത്സരം തുടങ്ങി 34-ാം ഓവറിൽ ശ്രീയുടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻസ്വിംഗിംഗ് യോക്കർ വന്നു. ശ്രീലങ്കൻ കളിക്കാരനായ ധനുഷ്ക ഗുണതിലകനെ ക്ലീൻ ബൗൾഡ് ആക്കി ശ്രീ തന്റെ പേരിലെ ആദ്യ അന്താരാഷ്ട്ര വിക്കറ്റ് സ്വന്തമാക്കി. കേരളം ഒട്ടാകിയപ്പോൾ കയ്യടികൾ കൊണ്ടും ആർപ്പുവിളികൾ കൊണ്ടും നിറഞ്ഞിരുന്നു. പിന്നീട് ഒരു ഓവറിന്റെ ഇടവേളയിൽ മുട്ടയ്യ മുരളീധരനെയും പുറത്താക്കിക്കൊണ്ട് ശ്രീ ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പൂർത്തിയാക്കി. സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ശ്രീശാന്തിനെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫൈനലിൽ ശ്രീക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. പിന്നീടെത്തിയ പാകിസ്ഥാൻ മാച്ചുകളിൽ ശ്രീക്ക് വേണ്ടുവോളം അവസരങ്ങൾ ലഭിച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് നടന്ന 5ാമത്തെ ഏകദിന മത്സരത്തിൽ ഇർമാൻ ഫർഹത്തിനെയും റിട്ടേൺ ക്യാച്ച് പിടിച്ച് ശ്രീ ക്രിക്കറ്റ് മൈതാനത്തിൽ നൃത്തമാടി. കമ്രാൻ അക്മലിന്റേതായിരുന്നു അടുത്ത ഊഴം. ശ്രീയുടെ ഷോർട്ട് ബോളിൽ ആദ്യ പന്ത് കമ്രാൻ അക്മലിന്റെ ബാറ്റിൽ നിന്നും RP സിംഗിന്റെ കൈകളിൽ വന്നു. സുഹൈബ് മാലിക്കിന്റെ ബാറ്റിൽ തട്ടിയ ശ്രീയുടെ അടുത്ത ബോൾ റെയ്നയുടെ കൈകളിലേക്ക്. ഗിൽക്രിസ്റ്റിന്റെയും ഹെയ്ഡന്റെയും സ്റ്റംപുകൾ 2007 സെമി T20 വേൾഡ് കപ്പിൽ തകർത്തെറിഞ്ഞ് ആഘോഷിച്ച ആ ശ്രീയെ നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. 2010 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഡർബൻ ടെസ്റ്റിൽ ഇതിഹാസ താരം ജാക്ക് കാലിസിന്റെ ബാറ്റിന് പോലും അടിക്കാൻ പറ്റാതെ പോയ ആ മനോഹരമായ ബൗൺസർ കാലിസിന്റെ നെഞ്ചിലൊരഞ്ഞ് വീരേന്ദ്ര സേവാഗിൽ വന്നു നിന്നു. ആൻഡ് ഇറ്റ് വാസ് എൻ അമേസിംഗ് സ്റ്റണ്ണർ ഫ്രം ശ്രീശാന്ത്. 2006 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന മത്സരത്തിൽ തന്നെ ചോര തുപ്പിക്കുമെന്ന് പറയിപ്പിച്ച ആൻഡ്രി നീൽ എന്ന കളിക്കാരനെ ഒരൊറ്റ സിക്സിൽ ഔട്ടാക്കി ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് മൈതാനത്തിൽ നൃത്തമാടിയ ആ ഷോർട്ട് ബോൾക്കാരനെ ഇപ്പോഴും നമ്മൾ ഓർക്കും. മലയാളികൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടെസ്റ്റ് മെറ്റീരിയൽ, മലയാളികളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിച്ച ഭാഗ്യതാരം, തീ തുപ്പുന്ന തന്റെ പന്തുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ, പണ്ട് എങ്ങോ കൈവിട്ടുപോയ ഇന്ത്യൻ പേസ് ബൗളിങ്ങിന് പുതുശ്വാസം നൽകിയ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹത്തെ പറ്റി പറയാൻ ഏറെ ഉണ്ട് വാക്കുകൾ. കരിയറിന്റെ ഉന്നതിയിൽ നിന്ന സമയത്തായിരുന്നു ആ വീഴ്ചയുടെ തുടക്കം വന്നത്. ശ്രീശാന്ത് കോഴ വാങ്ങി എന്ന വാർത്ത മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമായി. 2013 മെയ് 16 നടന്ന IPL മത്സരത്തിൽ ശ്രീശാന്തിനൊപ്പം വാതുവെപ്പ് കേസിൽ സഹതാരങ്ങളായ അജിത് ചണ്ഡയിലെയും അങ്കിത് ചൗഹാനെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് മുമ്പോട്ട് ശ്രീക്ക് നിയമ പോരാട്ടങ്ങളായിരുന്നു. 2 ലോകകപ്പുകൾ നേടി വിജയത്തിന്റെ ഉന്നതിയിൽ നിന്നും തീഹാർ ജയിലിൽ എത്തി. തുടർന്ന് 27 ദിവസത്തെ ജയിൽ വാസം. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2015 ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കി. പക്ഷേ BCCIയുടെ ആജീവനാന്ത വിലക്ക് ബോർഡ് പിൻവലിച്ചിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതി BCCIയോട് ശ്രീശാന്തിന്റെ വിലക്ക് പുനർപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് 7 വർഷമായി കുറയ്ക്കേണ്ടി വന്നു. സെപ്റ്റംബർ 13, 2020 അങ്ങനെ തന്റെ വനവാസം അവസാനിപ്പിച്ച് സകല നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ശ്രീശാന്ത് സ്വതന്ത്രനായി. 2021 ജനുവരിയിൽ തിരിച്ച് കളത്തിലെത്തിയ ശ്രീയുടെ ആദ്യ മത്സരം സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലായിരുന്നു. പിന്നീട് മാർച്ചിൽ നടന്ന വിജയ് ഹസാരെ ട്രോഫി മത്സരത്തിൽ ഓപ്പണർമാരായ 2 പേരെയും 2 ഓവറിൽ ക്ലീൻ ബൗൾഡ് ആക്കി. ഉള്ളിൽ ഇപ്പോഴും ആ പഴയ തീജ്വാലകൾ അണയാതെ കത്തുന്നുണ്ട് എന്ന് ശ്രീ ലോകത്തെ തെളിയിച്ചു. ഒടുവിൽ ഏറ്റുവാങ്ങിയ എല്ലാ അവഗണനകളുടെ മുമ്പിൽ താൻ ഇനി ക്രിക്കറ്റിലേക്ക് ഇല്ല എന്ന് മാർച്ച് 9, 2022 പ്രഖ്യാപിച്ചു. പന്തിൽ ചുംബിച്ച് 100 മീറ്റർ സ്പ്രിന്റിൽ ഓടാൻ തയ്യാറെടുക്കുന്ന ഒരു കായിക താരത്തെ പോലെ റണ്ണപ്പ് എടുത്ത് കുതിക്കുന്ന ശ്രീശാന്ത് എന്ന അഗ്രസീവ് സ്പോർട്സ്മാനെ പറ്റി ഓർത്ത് എടുത്തു പറയാൻ ഒരുപാടുണ്ട്. അന്നത്തെ നിങ്ങളുടെ ആ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ എന്നും ഞങ്ങളുടെ കൺമുൻപിൽ മായാതെ നിൽക്കും.
You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.